എന്താ ചാരു? രമേശ് ഏട്ടാ, അരവിന്ദേട്ടനെയും ശ്രേയുടെ ഒരു കാര്യത്തിന് എന്റെ കൂടെ നിൽക്കണം. എന്ത് കാര്യാ ചാരു? അത് അവരുടെ മുടങ്ങിപ്പോയ ആദ്യരാത്രി നടക്കണം. ആദ്യരാത്രി അതൊന്നും നടക്കാൻ പോകുന്നില്ല. വലിയളിയനെ അതൊന്നും ആഘോഷിക്കാനുള്ള യോഗമില്ല. അങ്ങനെ പറയല്ലേ രമേശ് ഏട്ടാ. അരവിന്ദേട്ടന്റെ ആഗ്രഹങ്ങൾ നമ്മളെ വേണ്ടേ നടത്തി കൊടുക്കാൻ? അത് ശരിയാ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി. ആദ്യരാത്രി തന്നെ കറണ്ട് പോയി. അതോടെ രണ്ടുപേരുടെയും പ്രതീക്ഷകൾ ഇല്ലാതായി. പിന്നെ അങ്ങോട്ടേക്കുണ്ടായത് രമേശ് ഏട്ടന് അറിയാലോ. അറിയാൻ ചാരു, നിനക്കും ആകാശിനും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മായിയോട് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാ അറിയാലോ, എന്നെ കണ്ട അമ്മായിക്ക് ചതുർത്ഥിയാ. അതുകൊണ്ട് രമേശ് ഏട്ടൻ മുൻകൈ എടുത്ത് പാർട്ടി അണികളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന പോലെ അമ്മായിയെ ആശ്വസിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അരവിന്ദേട്ടനും ശ്രേയയ്ക്കും ജീവിതം തുടങ്ങാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല ചാരു. അത് ഞാൻ ഏറ്റു. അങ്ങനെ ഒരു പുണ്യം ചെയ്ത രമേശ് ഏട്ടന് ഭൂരിപക്ഷം ഇരട്ടിയാവും. അതാ എനിക്കും വേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ വലിയളിയനെ കണ്ട് കാര്യങ്ങൾ ശരിയാക്കാം. എന്താ പോരെ? മതി രമേശ് ഏട്ടാ. അരവിന്ദേട്ടന് സന്തോഷമുള്ള നല്ലൊരു ജീവിതം ഉണ്ടാവണം. പിന്നെ രമേശ് ഏട്ടാ, ഒരു കാര്യം. എന്താ ചാരു? ഇത് ഞാൻ പറഞ്ഞിട്ടാന്ന് ആരും അറിയല്ലേ? ഇല്ല ചാരു, പാർട്ടി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പോലെ എന്റെ മനസ്സിൽ മാത്രമേ ഇതിരിക്കൂ. ഞാൻ ആരോടും പറയില്ല. ചാരു ചെല്ലേ. എന്നാ ശരി രമേശ്. വലിയളിയാ, നാട്ടുകാരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നവനാ രാഷ്ട്രീയക്കാരൻ നേതാവും. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് നടത്തിയിരിക്കും പക്ക. അപ്പോ ചലോ ആദ്യരാത്രി. വലിയളിയാ, കാഴ്ചക്ക് പൂക്കൾ, മണത്തിന് ദാ ഫ്രഷ്നർ. ഇനി രസത്തിന് ഫ്രൂട്ട്സ് വേറെ ഉണ്ട്. കേൾവിക്ക് മറ്റൊന്നു കൂടിയുണ്ട്. അതെന്താ? നല്ല ലവ് സോങ്സ്. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് വല്ല നടക്കും എന്റെ സംശയം. പിന്നെ നടക്കാതെ പിന്നെ ഈയിടെ ആദ്യ ദിവസം കരണ്ട് പോയി. രണ്ടാം ദിവസം പെങ്ങള് മാടത്തിന് വയറുവേദന വന്നു. പിന്നെ ഹണിമൂണിന് പോയപ്പോ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ കഥയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇന്നിപ്പോ അതുപോലെ ആകണമെന്നില്ലല്ലോ. പെങ്ങള് മാടത്തിന്റെ മനസ്സിലും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ? ഉണ്ടാവൂല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ സമയത്ത് മോഹങ്ങളൊന്നും ഇല്ലെങ്കിലേ ഉണ്ടാക്കണം. അതിനായി പൂക്കളും ഫ്രഷ്നറും ഫ്രൂട്ട്സും ഒക്കെ. പിന്നെ പാട്ടും. പെങ്ങളും മാഡം റൂമിലേക്ക് കയറി വരുമ്പോ തന്നെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ സോങ് സ്റ്റാർട്ട് ചെയ്യും. അതും സൂപ്പർ ലവ് സോങ്. അത് കേട്ട് മാഡത്തിന്റെ മൂഡ് മാറും. പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വേണ്ട, പിന്നെന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. ഈ പൂക്കളും മണങ്ങളൊക്കെ വന്നപ്പോ തന്നെ എനിക്ക് വല്ലാത്തൊരു മൂഡ് തോന്നില്ല. പിന്നെ പെങ്ങള് മാഡം മുറിയിലേക്ക് കയറുമ്പോ ഞാൻ പുറത്തു നിന്ന് ഫോണിൽ ലവ് സോങ് പ്ലേ ചെയ്യും. അത് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കേൾക്കും. അളിയൻ ഞാൻ വിചാരിച്ച പോലെ അല്ല. എന്ന് വെച്ചാ അല്ല, അളിയന്റെ ബുദ്ധി ഉണ്ടെന്ന്. അത് ശരി. അപ്പൊ ഞാൻ വെറും ഒരു ഉണ്ണാക്കനാണെന്നാണോ നീ കരുതേ? എടാ, ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ശേഷിയുള്ളവനാടാ ഞാൻ. ഇന്ന് മേഡത്തെ ഞാൻ എന്റെ ഭാര്യയാക്കാം. മേഡത്തിന് വേണ്ടി ജീവൻ കളയാൻ ശ്രമിച്ചുകൊണ്ട് എന്നോടൊരു സെന്റിമെന്റ്സ് ഇല്ലാതിരിക്കില്ല. വിടില്ല മേഡം, ഇന്ന് ഞാൻ വിടില്ല.
ഇപ്പോഴേ സ്വപ്നലോകത്തിലേക്ക് പോണ്ട, സമയമുണ്ട്. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ, ഞാൻ പാട്ടുമായി ദേ ആ വാതിലിന് അപ്പുറത്തുണ്ടാവും. ഓക്കെ അളിയ. ഓക്കെ. ആ, അപ്പൊ നടക്കട്ടെ. കാക്കുത്തി, ചായ.